Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് AU ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൂപ്പർ ഫീച്ചേഴ്സ് തരുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമ്മുടെ AU ബാങ്കിന്റെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു ഒഫീഷ്യൽ പർപ്പസ് നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് എടുക്കാൻ നോക്കി. പക്ഷെ അവരെ തല്ലിപ്പൊളി സർവീസ് ആയതിനു ശേഷവും അതുപോലെ തന്നെ നമ്മൾ KYC കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാധനം വന്നിട്ട് അത് ആക്റ്റീവ് ആയില്ല. എന്ന് വെച്ചാൽ അവരുടെ എന്തോ സിസ്റ്റം വേറെ സംഭവമായിരുന്നു. ഇവരെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കിയിട്ടും പക്ഷേ ഒരു രക്ഷീനായിരുന്നില്ല, അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് ഒരു കാര്യം വിളിച്ചോളാം, നമ്മൾ വീഡിയോ KYC ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി AU ബാങ്ക് നോക്കിയത്. എന്ന് വെച്ചാൽ AU ബാങ്ക് നമുക്കിപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് MG റോഡിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് AU ബാങ്ക് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ്. അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പക്ഷേ അതിൻ്റെ ATM കാർഡിന് 175 രൂപ നമുക്ക് ആനുവലി ചാർജ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് പർച്ചേസ് പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പറയാം. എന്താ വെച്ചാൽ നമുക്കതിൻ്റെ വെൽക്കം കിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനത് കാണിച്ചു തരാം. പേരുണ്ടാവും, പേരുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിറ്റ് വന്നിരിക്കുന്നത്. വലിയൊരു പാക്കേജാണ്. അതിന് മുമ്പിൽ പരസ്യത്തിൽ അമീർ ഖാനും അതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട, അത് ഇഗ്നോർ. പിന്നെ ഇവിടെ നമുക്കിവിടെ 5 lakh ഇൻഷുർഡ് ത്രൂ DICGC. നമുക്ക് നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ഈ അക്കൗണ്ട് നമുക്ക് 5 lakh ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് DICGCയുടെ ഭാഗത്തു നിന്ന്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ ഫൈനാൻഷ്യൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ 5 lakh വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അതാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു സേഫ്റ്റി നിങ്ങൾക്ക് അറിയാം. നോർമലി എല്ലാ RBI ബാങ്കിൻ്റെ അക്കൗണ്ടിനും ആക്ച്വലി ഈ ഫീച്ചർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. പിന്നെ ഇവരുടെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് AU 0101 എന്നൊരു ആപ്പ് ഉണ്ട്. നമുക്ക് ഫോണിൽ കാര്യങ്ങളൊക്കെ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആപ്പിൻ്റെ പേര് ഒരു ഡെമോ കാണിച്ചു തരാം. ആപ്പ് കിടിലൻ ആപ്പാണെന്ന് ചോദിച്ചാൽ കിടിലെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്തായാലും കുഴപ്പമില്ല, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ആപ്പ്. ഞാൻ ഇപ്പോൾ നമ്മൾ ATM പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അത് ലൈറ്റ് കാരണം കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കുഴപ്പമില്ലാത്തൊരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിങ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് AU ഫിനാൻസിൻ്റെ എന്താ പറയുക, ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. എന്താ മുകളിലായിട്ട് നമുക്ക് AU ഫിനാൻസിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഇന്ത്യസ് ലാർജസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ കേരളത്തിലുണ്ട്, സോഫ്റ്റ് ബാങ്ക് നിങ്ങൾക്ക് അറിയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്താണ് ബദ്ലാവ് ഹംസെ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ അവരുടെ ഒരു ടാഗ് ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് നൗ AU 101 അല്ല AU 0101 കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ വെൽക്കം ഗീറ്റിന് എഴുതിയിട്ടുണ്ട്. പിന്നെ 5 lakhൻ്റെ ഇൻഷുറൻസും സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ Amazon തുടങ്ങിയാണ്, ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ നൈഫ് കാണാനില്ല. നൈഫ് ഉണ്ടെങ്കിൽ കുറച്ച് ഡീസൻ്റായിട്ട് കട്ട് ചെയ്യായിരുന്നു. ഞാൻ എന്തായാലും മറ്റേ എന്താ പറയുക, ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇതൊന്നും മര്യാദയ്ക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് എന്തൊക്കെയോ കൂടെ അട്ടി സംഭവങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് എടുത്തോക്കാം. ഫുള്ള് കണ്ടൻസ് നമുക്ക് തൽക്കാലം പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. നല്ല വെയിറ്റുള്ളത് വലിയൊരു കവറാണ്. നല്ല അത്യാവശ്യം നല്ല പാക്കേജിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കാർഡിൻ്റെ കൺഗ്രാജുലേഷൻ യുവർ സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് കാർഡ് ഈസി എന്നൊരു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റുപ്പേയുടെ പ്ലാറ്റിനം ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ പർച്ചേസ് ലിമിറ്റ് 2 ലക്ഷം രൂപ തന്നെയാണ്. ഡെയിലി ATM ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് 20,000 രൂപയാണ്. അതുപോലെ തന്നെ കാർഡ് ലയബിലിറ്റി കവർ നമുക്ക് വരുന്നുണ്ട്. കാർഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡിനെ കൊണ്ട് ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ പ്ലാൻ വരുന്നുണ്ട്. ഓവറോൾ പർച്ചേസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് 10,000 രൂപ വരെ നമ്മൾ ഈ കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് മിസ്സായി പോയി തെഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് പോലെ 10,000 എമൗണ്ട് നമുക്ക് ആക്ച്വലി ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ വരുന്നുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് 2 per quarterൽ വരുന്നത്. അതായത് 1 yearൽ നമുക്ക് 8 എണ്ണം കിട്ടുന്നുണ്ട്. എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഓൺ റൂപേ പ്രകാരം കാർഡ് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ് ഞാൻ കാണിച്ചു തരാം. കാർഡ് നല്ല അത്യാവശ്യം നല്ല ലുക്കുള്ള കാർഡ് തന്നെയാണ് കേട്ടോ. അതിനിപ്പോൾ എനേബിൾ ആൻഡ് ട്രാൻസാക്ട് എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കാർഡിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. പക്ഷേ ഇത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാർഡിൻ്റെ കുറച്ച് പെയിൻറ്റ് ഇളകിയിട്ടുണ്ട്.
പശ വന്നിട്ടേ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ കാർഡിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് പശ ആയിട്ടുണ്ട്. അപ്പോൾ കാർഡ് ഇതാണ് കേട്ടോ. ആണോ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കാണിക്കാം. റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് ഐ ബാങ്കിൻ്റെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒട്ടിച്ച പാടമുണ്ട്. ഇവിടെ ഒന്നേ കണ്ടു, അത് ആ സ്റ്റിക്കറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിൽ ഞാൻ കാണിച്ചു തരുന്നില്ല. കുഴപ്പമില്ലാത്ത കാർഡാണ്. നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. കൊള്ളാം, ഒരു ബ്ലാക്ക് കാർഡാണ്. പക്ഷേ ഈ ഒട്ടിച്ചത് മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഒരു ഇഷ്ടം പോലെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് വരുന്നത് AU ഫാമിലിയിലേക്ക് വെൽക്കം, അതിൻ്റെ അട്രാക്റ്റീവ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ എന്താ പറയുക, ബ്രാഞ്ച് നെയിം MG റോഡ് കൊച്ചിയാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കീ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് എൻജോയ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഒരു സേവിങ്സ് അക്കൗണ്ടിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ടാണ്, മന്ത്ലിയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഹൈ റേറ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫീച്ചർ റിച്ച് ഡെബിറ്റ് കാർഡ് വിത്ത് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ശരിക്കും അവർ പറയുന്നത് പോലെ നല്ലോണം ഉണ്ട് കേട്ടോ. നമുക്ക് സ്വിഗ്ഗിയിൽ, മീഷോയിൽ നല്ല അത്യാവശ്യം ഓഫർ ഉണ്ട്. 300 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്, 500 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ ഓരോ ഓഫേഴ്സ് ഉണ്ട്. ട്രൂ എനിവെയർ ബാങ്കിങ് എവറി ബ്രാഞ്ചസ് ഇൻ യുവർ ഹോം ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഓൺ ലോക്കേഴ്സ് ആൻഡ് ഡിമാൻഡ് അക്കൗണ്ട്, വൈഡ് അറേ ഓഫ് പ്രൊഡക്ട്സ് ടു ഫുൾഫിൽ ഓൾ യുവർ ഫൈനാൻഷ്യൽ ആൻഡ് എക്സ്റ്റൻഡഡ് ബാങ്കിങ് അവേഴ്സ് ഉണ്ട്. അതൊരു പേപ്പറായി. അപ്പോൾ 2 പേപ്പറായിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഇനിയൊരു ബുക്ക് പോലത്തെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നുമില്ലോ, ഇങ്ങനെ ഒരു സംഭവം ഒന്നുണ്ട്, ഒരു ബുക്ക് പോലെ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് പാസ്ബുക്കാണ്. അത്യാവശ്യം നല്ല ലെങ്ത്ത് അല്ല, അത്യാവശ്യം നല്ല പേജസ് ഉള്ള, എനിക്ക് തോന്നുന്നത് 10-20 പേജ് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. പാസ്ബുക്ക് ഇടുന്നുണ്ട്. പാസ്ബുക്ക് ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത്. പിന്നെ നമുക്ക് ഇതെന്താ സർവീസ് ഫ്രീ ഒക്കെ. അത് ഇതൊരു നല്ല പരിപാടിയാണ്. അവരുടെ എല്ലാ സർവീസ് ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പർ ഫുള്ള് കണ്ടു, ഒരു പേപ്പർ ഫുള്ള് അവരെ ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് കഴിയില്ല. പിന്നെന്താ, ക്യാഷ് വിഡ്രോവൽ നമുക്ക് എല്ലാ ബ്രാഞ്ചിലും പറ്റും, ഫ്രീ ആണ്. അൺലിമിറ്റഡ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ആണ് അറ്റ് AU ബാങ്ക് ATMs. അൺലിമിറ്റഡ് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആണ്, അതായത് NEFT, IMPS, UPI ഇതൊക്കെ ഫ്രീ ആണ്. അൺലിമിറ്റഡ് DD പേയബിൾ ആണ് അറ്റ് AU ബാങ്ക്. സ്റ്റോപ്പ് ചെക്ക് ത്രൂ നെറ്റ് ബാങ്കിങ്, ഫോൺ ബാങ്കിങ് ഫീച്ചേഴ്സ് ഉണ്ട്. ATM ഡിക്ലൈൻ ഡ്യൂ ടു ഇൻഫ്യൂഷൻ ഫണ്ട് അറ്റ് AU ബാങ്ക് ATM. പിന്നെ 5 ട്രാൻസാക്ഷൻ എ മന്ത് അറ്റ് നോൺ AU ATMs 5 ട്രാൻസാക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രീ അപ് ടു 1 lakh പെർ മന്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. 1 lakh വരെ നമുക്ക് മന്ത്ലി ഫ്രീ ക്യാഷ് ലിമിറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇഷ്യൂവൻസ് ഓഫ് മന്ത്ലി ആൻഡ് ഹാഫ് ഇയർലി ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 lakh പെർ മന്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 രൂപ പെർ 1000 വെച്ച് ഫീ വരും കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ടെന്ന് പറയാനുള്ളത് ക്യാഷ് പിക്കപ്പ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് 250 രൂപ ട്രാൻസാക്ഷൻ അപ് ടു 2 lakh വരെ നമുക്ക് ക്യാഷ് പിക്കപ്പ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് വരെ. പിന്നെ കുറേ സംഭവമുണ്ട്. മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് നില്ലാണ്, അതില്ല. ഫീസ് ഫോർ നോൺ മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് അതും ഇല്ല. പിന്നെ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആനുവൽ ഫീസ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. റുപേ പ്ലാറ്റിനാണ് ട്രാൻസാക്ഷൻ അറ്റ് അതർ ബാങ്ക്സ് ATMs വിത്തിൻ ഇന്ത്യ. ടോപ്പ് 5 പോസ്റ്റ് 5 ഫ്രീ ട്രാൻസാക്ഷൻ എ മന്ത് 20 രൂപ നമുക്ക് ചാർജ് ചെയ്യും. അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ ഫുൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കട്ടോ. നല്ല കുറേ ഡീറ്റെയിൽസ് ആയിട്ട് സംഭവങ്ങളുണ്ട്. ഇത് കഴിയുന്നില്ല, കുറേ ഉണ്ടല്ലോ. ലാസ്റ്റ് അല്ല, ഇനിയുണ്ട്. എന്ത് സംഭവം? ഇത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ എന്താ പറയുക, ഒരു ആപ്പ് ഉണ്ടെന്ന്. അതിൻ്റെ ഒരു എന്താ പറയുക, എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഫാമിലിയായിട്ട് ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, സേവിങ്സ് അക്കൗണ്ട്, ലോൺസ് ചെയ്യാം, പേയ്മെൻറ്റ്സ് ചെയ്യാം, കാർഡ്സ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻറ്റ്, കാർഡ് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഇൻഷുറൻസ് ചെയ്യാം, വീഡിയോ ബാങ്കിങ് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ റീചാർജ്, ബുക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അത് അവരുടെ ഈ ആപ്പിൻ്റെ പരസ്യമാണ് കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതെന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടുന്നതാണ്. നോർമലി ആരും തൊടാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇതൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ എനിക്ക് ആകെ ഒരു നെഗറ്റീവ് അടിച്ച് ഇതിൻ്റെ ഈ മുകളിൽ ആകെ കളർ വന്ന് അലമ്പായി. ശരിക്കും പെയിൻറ്റ് പോയോ എന്ന് വരെ എനിക്ക് സംശയമില്ല, അതില്ല. അത് NFC സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിനായിരിക്കും ലോഗോ. കുറേ പേര് വൈഫൈ എന്ന് പറയുന്ന സാധനം ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ഉണ്ട്.
കാർഡിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ നമുക്ക് പുറത്ത് ഉപയോഗിക്കാം. പിന്നെ ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെയും ഡിസ്കവറിൻ്റെയും ഒക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി കാർഡ് വന്നതിന് ശേഷം നമുക്ക് ഒരു ആപ്പിൽ കയറിയിട്ട് ഇത് നമ്പർ അടിച്ച് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ ഓൺലൈൻ ആപ്പ് ഫുള്ളി ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ വേറെ സംഭവമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് വെൽക്കം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സീറോ ബാലൻസ് നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് എന്ന സംഭവമുണ്ട്. അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ബാക്കിയുള്ള ബാങ്കുകളിലെ എടുക്കാൻ പറ്റില്ല. എല്ലാം നമുക്ക് ഓഫ്ലൈനാണ് പറ്റുള്ളൂ. അതാണ് വേറൊരു കുഴപ്പം. എല്ലാ ബാങ്കിനും ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് എല്ലാ ബാങ്കിനും നമുക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ അത് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കുറവ് ബാങ്കുകൾക്കേ ഉള്ളൂ. ഇപ്പോൾ സെൽഫി ഉണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനുണ്ടെന്നുണ്ട്. അങ്ങനെ കുറച്ച് ബാങ്കുകൾക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ അത്ര ഫീച്ചേഴ്സ് ഒറ്റ ബാങ്കില്ല കേട്ടോ. ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ഇവർ തരുന്ന ഫീച്ചേഴ്സ് ഒറ്റ ബാങ്ക് ഏരിയയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു പ്രീമിയം അക്കൗണ്ട് വരെ ചിലപ്പോൾ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ സൂപ്പർ സാധനമാണ് കേട്ടോ. പിന്നെ കുറേ പേര് അതിൽ ആക്ച്വലി സ്പെസിഫൈ ചെയ്യാത്ത നമ്മളെ അക്കൗണ്ട് എടുക്കുമ്പോൾ സ്പെസിഫൈ ചെയ്യാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിന് ഫീ ഉണ്ടെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് 150 rupees വരുന്നുണ്ട് ആനുവൽ ചാർജ് ആയിട്ട്. അത് നമ്മുടെ കാർഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മളതിൽ ക്യാഷ് ആഡ് തന്നെ ഓൾറെഡി എടുക്കുക. ഇന്ന് ക്യാഷ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും പോലും അത് മൈനസ് ആയിട്ട് എടുക്കും. അതിപ്പോൾ നിങ്ങൾ അതെന്തായാലും അവർ കട്ട് ചെയ്യും. അത് ഒരു ചാർജ് വരുന്നുണ്ട്. പിന്നെ വേറെ സംഭവങ്ങൾ വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.